ആദ്യമായി കേരളത്തിൽ ലോട്ടറി നറുക്കെടുപ്പ് നടത്തിയത് ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരം നിർമ്മിക്കാനായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതവും അമ്പരപ്പും തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ 1874 തിരുവിതാംകൂർ രാജ്യമായിരുന്ന സമയത്ത് ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് തമിഴ്നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണത്തിന് വേണ്ടി ലോട്ടറി വിൽപ്പന നടത്തിയത്. കേരളത്തിന്റെ ചരിത്രത്തിലും തമിഴ്നാടിന്റെ ചരിത്രത്തിലും ഒരുപോലെ പ്രശസ്തമായ ശുചീന്ദ്രം സ്ഥാനുമലയാൻ പെരുമാൾ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കന്യാകുമാരിക്ക് സമീപമുള്ള ശുചീന്ദ്രത്തെ സ്ഥാനുമലയ പെരുമാൾ ക്ഷേത്രം. ശൈവ ഭക്തർക്കും വൈഷ്ണവ ഭക്തർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്രം. സ്ഥാനുമലയ എന്ന വാക്കിനർത്ഥം ത്രിമൂർത്തികൾ അഥവാ സ്ഥാനുവെന്നാൽ ശിവനും, മാൽ എന്നാൽ വിഷ്ണുവും, അയൻ എന്നാൽ ബ്രഹ്മാവും എന്നാണ് അർത്ഥം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് നാഗർകോവിൽ കന്യാകുമാരി രാജവീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ളതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രമെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 18ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പുതുക്കി പണിയുകയാണ് ഉണ്ടായത്. വാസ്തുവിദ്യയുടെയും നിർമ്മാണ കലയുടെയും ഉത്തമമായ മാതൃകയിലാണ് ഈ ക്ഷേത്രത്തിന്റെയും ഗോപുരത്തിന്റെയും നിർമ്മാണ രീതി. 134 അടി ഉയരത്തിൽ ചുവർ ചിത്രങ്ങളും ശില്പങ്ങളും കൊണ്ട് നിറഞ്ഞ ക്ഷേത്രത്തിന്റെ പ്രവേശന ഗോപുരം വെളുത്ത കല്ലുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 134 അടി ഉയരമുള്ള ഗോപുരത്തിന്റെ 25 അടി ഉയരമുള്ള വാതിൽ മറ്റൊരാകർഷണമാണ്. ഇതിലും നിറയെ കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്ര ഗോപുരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ രസകരമായ പല കാര്യങ്ങളും നമുക്ക് കാണാം. അതിലൊന്നാണ് കേരള ലോട്ടറി ഉപയോഗിച്ച് ഗോപുര നിർമ്മാണത്തിന് പണം കണ്ടെത്തിയ ചരിത്രം. 1874 ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്താനായാണ് അന്നത്തെ തിരുവിതാംകൂറിൽ ആദ്യ ലോട്ടറി നറുക്കെടുപ്പ് നടത്തിയത്. ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണത്തിനായി 40,000 രൂപ സമാഹരിക്കാനാണ് ഈ നറുക്കെടുപ്പ് നടത്തിയത്. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്തായി നടന്ന ഈ നറുക്കെടുപ്പിൽ 10,000 രൂപയായിരുന്നു സമ്മാനത്തുക. ഇതിനായി 1 രൂപയുടെ 50,000 ടിക്കറ്റുകളാണ് തിരുവിതാംകൂറിൽ വിറ്റത്. 10,000 രൂപ സമ്മാനവും നൽകിക്കഴിഞ്ഞപ്പോൾ 40,000 രൂപ ഗോപുര നിർമ്മാണത്തിനായി കണ്ടെത്തിയിരുന്നു. ശില്പഭംഗിയുള്ള മണ്ഡപങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്രത്തിനുള്ളിലെ ഒറ്റക്കൽ മണ്ഡപങ്ങളും സപ്തസ്വരങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന മണ്ഡപങ്ങളുമൊക്കെ ഇവിടെ എത്തുന്നവർക്ക് പുതിയൊരു അനുഭവമാണ് നൽകുന്നത്. 18 അടി ഉയരത്തിലുള്ള ഹനുമാന്റെ പ്രതിഷ്ഠ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്ന് ഹനുമാന് വടമാല ചാർത്തുക എന്നതാണ്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഏറെ അപൂർവമായൊരു പ്രതിഷ്ഠയും ശുചീന്ദ്രം സ്ഥാനുമലയാൻ ക്ഷേത്രത്തിലുണ്ട്. ആനയുടെ തലയുള്ള ദേവിയാണ് വിനായകി എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നത്. ഗണേശന്റെ സ്ത്രീരൂപമായ വിനായകിയെ ഗജനാനി എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഇന്ന് കാണപ്പെടുന്ന ഏറ്റവും വലിയ നന്ദി പ്രതിമകളിലൊന്ന് ഈ ക്ഷേത്രത്തിലേതാണ്. 13 അടി ഉയരവും 12 അടി നീളവും 10 അടി വീതിയുമാണ് ഇതിനുള്ളത്. തമിഴ്നാടിന്റെ ഭാഗമാകുന്നതിന് മുൻപ് തിരുവിതാംകൂറിലായിരുന്ന ഈ മഹാക്ഷേത്രം അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു. ദ്രാവിഡ വാസ്തുകലയുടെ സൗന്ദര്യത്തിന് സാക്ഷ്യം പറയുന്നുണ്ട് ഇവിടുത്തെ ക്ഷേത്രഗോപുരങ്ങളും അവയിൽ വിരിയുന്ന പുരാണ കഥകളും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം.